പുനലൂർ നഗരസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നഗരസഭാ കാര്യാലയത്തിന്റെ മുറ്റത്തൊരുക്കിയ പന്തലിൽ രാവിലെ 10-നായിരുന്നു ചടങ്ങ്. വരണാധികാരിയായ വനം വകുപ്പ് പുനലൂർ ടിംബർ സെയിൽ DFO CK ഫാബി സത്യപ്രതിജ്ഞ മുതിർന്ന അംഗമായ ആരംഭുന്ന വാർഡ് പ്രതിനിധി ഓമനക്കുട്ടൻ ഉണ്ണിത്താന് ചൊല്ലിക്കൊടുത്തതോടെ ചടങ്ങ് ആരംഭിച്ചു. ബാക്കി 35 അംഗങ്ങൾക്കും ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടതുമുന്നണിയിൽ പ്ലാച്ചേരി വാർഡ് കൗൺസിലറും CPM പ്രതിനിധിയുമായ G മോഹനകുമാർ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മറ്റംഗങ്ങൾ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത്. UDF അംഗങ്ങൾ ഈശ്വരനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് കൗൺസിൽ ഹാളിൽ പുതിയ അംഗങ്ങളുടെ ആദ്യ യോഗം ചേർന്നു. ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ അധ്യക്ഷത വഹിച്ചു. വരണാധികാരിയുടെയും നഗരസഭാ സെക്രട്ടറി S സുമയ്യ ബീവിയുടെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ 26-ന് നടക്കുന്ന അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങളും അറിയിച്ചു. ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും സ്റ്റാഫ് ഒഴികെയുള്ളവർ ഒരു മിനിറ്റ് പ്രാർത്ഥന. ബഹുമാന്യനായ നമ്മുടെ ഭരണാധികാരി ശ്രീ നഗരസഭാ സെക്രട്ടറി ശ്രീമതി സുമയ്യ ബീവി, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സഹായങ്ങൾ നൽകിയ നമ്മുടെ നഗരസഭയിലെ എഞ്ചിനീയർമാർ, മറ്റു പ്രധാന ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ നമ്മുടെ പ്രിയ കൗൺസിലർമാരെ, 1.5 മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ഇന്ന് കൗൺസിലറായി ഇവിടെ അധികാരം ഏൽക്കുകയാണ്. ഇന്ന് കൗൺസിൽ നിയമപ്രകാരം കൂടുമ്പോൾ പ്രത്യേകിച്ച് അജണ്ട ഒന്നുമില്ലെങ്കിലും ഇന്ന് സമയബന്ധിതമായി ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ചെയർമാന്റെയും വൈസ് ചെയർമാന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കും. നമുക്കെല്ലാവർക്കും അജണ്ട ഇല്ലെങ്കിൽ പോലും നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് ഈ പട്ടണത്തിന്റെ പുരോഗതിയാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ നിവാസികളുടെ ക്ഷേമമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.